ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 സെപ്റ്റംബർ 12 തീയതിയിലെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മിഷൻ മൗസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നോക്കാം. മിഷൻ മൗസം ഫോക്കസസ് ഓൺ സ്ട്രെങ്തനിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ വെതർ സർവൈലൻസ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് സയൻസസ്. അതായത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സർവൈലൻസ്, ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് സയൻസ്, ഈ മേഖലകളിലൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മിഷൻ മൗസം എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ഇതിൻ്റെ നോഡൽ ഏജൻസി. അതുപോലെ അത് ചെയ്യുന്നത് ഇറ്റ് എയിംസ് ടു സെറ്റ് എ ബെഞ്ച് മാർക്ക് ഫോർ ഹൈ പ്രസിഷൻ വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ പ്രിസിഷനോടുകൂടി നല്ല കൃത്യതയോട് കൂടിയിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗും മാനേജ്മെന്റും ചെയ്യാനായിട്ടൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ എയിം വരുന്നത്. 3 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് വിൽ ലീഡ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് മിഷൻ മൗസം. പ്രധാനമായിട്ടും 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിട്ടുള്ളത്. ഒന്ന് ഇന്ത്യൻ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റിയോറോളജി IITM, പിന്നെ നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗ് NCMRWF. അപ്പോൾ ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നിട്ടാണ് മിഷൻ മൗസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ശക്തൻ തമ്പുരാനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ അടുത്ത് തൃശ്ശൂര് ഒരു ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഉണ്ടായിരുന്നു. ഒരു KSRTC ബസ് വന്ന് ഇടിച്ചിട്ട് തകർന്നു പോയായിരുന്നു. അത് ഇതുവരെ തിരിച്ചു പുതിയതായിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ചില്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ അത് ശരിയാക്കി എടുത്തില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റ് അത് വെച്ചില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അതിനായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞായിരുന്നു. അപ്പൊ അത് കാരണം ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരാളെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവാം. ശക്തൻ തമ്പുരാൻ, ഓൾസോ നോൺ as രാജ രാമവർമ്മ IX, റൂൾഡ് ദ കൊച്ചിൻ കിങ്ഡം ഫ്രം 1790 to 1805 ആൻഡ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ റീജിയൻ. അപ്പോൾ ഒരു പീരിയഡ് എന്ന് പറയുന്നത് 1790 മുതൽ 1805 വരെയാണ് ഇദ്ദേഹം റൂൾ ചെയ്തിരിക്കുന്നത്, ഭരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വേറൊരു പേര് രാജ രാമവർമ്മ IX എന്നാണ് പേര്. കൊച്ചി കിങ്ഡം റൂൾ ചെയ്തിരുന്ന രാജാവാണ്. ദ കൊച്ചിൻ കിങ്ഡം, എ പാർട്ട് ഓഫ് ലേറ്റ് ചേര എംപയർ, സ്പാൻഡ് റീജിയൻസ് ഫ്രം പൊന്നാനി ഇൻ മലപ്പുറം ടു തോട്ടപ്പള്ളി ഇൻ ആലപ്പുഴ ഇൻ മോഡേൺ ഡേ കേരളം. അപ്പൊ ഇപ്പോഴത്തെ ഒരു കേരളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊച്ചി കിങ്ഡത്തിന്റെ ഒരു സ്ട്രെച്ച് വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി മുതൽ അതുപോലെ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി വരെ, ആ ഒരു റീജിയൻ ആണ് പണ്ടത്തെ കൊച്ചിൻ കിങ്ഡം എന്ന് പറയുന്നത്. അത് മുമ്പത്തെ ലേറ്റ് ചേര എംപയറിന്റെ കീഴിലായിരുന്നു ഈ ഒരു കൊച്ചിൻ കിങ്ഡം ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ശക്തൻ തമ്പുരാൻ വാസ് ബോൺ ഇൻ 1751. ഹി വാസ് നോൺ ഫോർ ഹിസ് സ്ട്രോങ് ലീഡർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെ പ്രശസ്തനാക്കിയത്. 1751 അദ്ദേഹത്തിന്റെ ജനനം. തമ്പുരാൻ മെയിൻറ്റെയിൻഡ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ബോത്ത് ഡച്ച് ആൻഡ് ദ ബ്രിട്ടീഷ്, ഹെൽപ്പിംഗ് സെക്യൂർ ദ കിങ്ഡംസ് ഇൻഡിപെൻഡൻസ് ഫ്രം മൈസൂർ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ടൈസ് വിത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരായിട്ടും ഡച്ചുകാരായിട്ടും നല്ല സൗഹൃദപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു. അതുപോലെ ആ ഒരു സമയത്ത് അദ്ദേഹം മൈസൂർ കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തു. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിട്ട് ഒരു ടൈ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനും പറ്റി. He relocated the capital from Tripponithura to Thrissur and developed the city's infrastructure, inviting merchants of all religions and British officials. അപ്പോൾ ഇദ്ദേഹമാണ് കൊച്ചി കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. എന്നിട്ട് ആ ഒരു സിറ്റിയിലെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു. അവിടെ എല്ലാ മതത്തിൽപ്പെട്ട വ്യവസായികൾക്കും അല്ലെങ്കിൽ വ്യാപാരികൾക്കും അവരെ സ്വീകരിക്കുമായിരുന്നു. അതുപോലെ എല്ലാ ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനെയും ഈ ഒരു കിങ്ഡം സ്വീകരിക്കുമായിരുന്നു. Tambaran also initiated the famous Thrissur Puram festival in 1797, enhancing its cultural significance.
He was known for eliminating crime in kingdom, reforming temple management and strengthening the kingdom's finances. അപ്പോൾ ഇദ്ദേഹമാണ് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് 1797 ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം ഫെസ്റ്റിവൽ ഇദ്ദേഹം തുടങ്ങുന്നത്. അപ്പൊ അതൊരു തൃശ്ശൂരിന്റെ തന്നെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ ഒരു രാജ്യത്തുണ്ടായിരുന്ന കുറ്റകൃത്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു അദ്ദേഹം. അതുപോലെ ക്ഷേത്രങ്ങളുടെയൊക്കെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട റിഫോംസ് കുറെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ ഇത്രയും ശക്തൻ തമ്പുരാനെ കുറിച്ചിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. കറന്റ്ലി അദ്ദേഹത്തിന്റെ ഒരു പേര് ന്യൂസിൽ വന്നതുകൊണ്ട് ഇത്രയും കാര്യങ്ങളും ജസ്റ്റ് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന ഫേസ് 4നെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇത് കുറച്ച് മുമ്പേ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മുൻപത്തെ 3 ഫേസുകൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ട് നടന്നു കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഒരു ഫേസ് 4 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നോക്കാം. Pradhan Gram Sadak Yojana Phase 4 aims at constructing 62,500 kilometers of all-weather roads to provide connectivity to 25,000 unconnected habitations with a focus on left-wing extremism areas, tribal areas and remote regions. അപ്പോൾ ഏകദേശം 62,500 കിലോമീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ അത്രയും നീളം കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ കാലാവസ്ഥയിലും ഓക്കെ ആവുന്ന രീതിയിൽ റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഫേസ് 4ന്റെ ലക്ഷ്യം. 25,000 വരുന്ന ഹാബിറ്റേഷൻസ് അല്ലെങ്കിൽ വില്ലേജസിലേക്കാണ് ഈ ഒരു പ്രോഗ്രാം വഴി കണക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതലും ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, പിന്നെ ട്രൈബൽ ഏരിയാസും അത്രയും ഉള്ളിലുള്ള റീജിയൻസിലേക്കൊക്കെ റോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. റോഡ് ലെങ്ത് ആൻഡ് കവറേജ് 62,500 ഓൾ വെതർ റോഡ്സ് കവറിംഗ് 25,000 അൺകണക്റ്റഡ് ഹാബിറ്റേഷൻ. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത. 62,500 കിലോമീറ്റർ റോഡ്, 25,000 അൺകണക്റ്റഡ് ഹാബിറ്റേഷൻസിലേക്ക് കണക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫേസ് 4ന്റെ ലക്ഷ്യം. PMGSY is a centrally sponsored scheme launched by the Ministry of Rural Development in 2000 to provide connectivity to unconnected habitations. അപ്പൊ ഇതിന്റെ ഏറ്റവും ആദ്യം ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺകണക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യർ താമസിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് റോഡ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് 2000-ലാണ് ഈ ഒരു സെൻട്രലി സ്പോൺസർഡ് സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ഓരോ ഫേസിന്റെയും ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഫേസ് 1 എന്ന് പറയുന്നത് ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അൺകണക്റ്റഡ് ഹാബിറ്റേഷൻസിലേക്ക് കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ത്രൂ റോഡ്. പിന്നെ ഫേസ് 2 ആണെന്നുണ്ടെങ്കിൽ ഈ ഫേസ് 1 ബിൽഡ് ചെയ്തിട്ടുള്ള റോഡ്സിന്റെ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടി നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫേസ് 2ന്റെ ലക്ഷ്യം. ഫേസ് 3-ലാണെന്നുണ്ടെങ്കിൽ 1.25 lakh കിലോമീറ്റർ ഓഫ് റൂറൽ റോഡ്സ് കണക്ടിങ് ഹാബിറ്റേഷൻസ് ടു ഗ്രാമീൺ അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ്, ഹയർ സെക്കൻഡറി സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അതായത് ഇത്തരം കാര്യങ്ങളുള്ളിടത്തേക്ക് കൂടുതൽ റോഡ് കണക്ഷൻ എന്തൊക്കെ ഗ്രാമീൺ അഗ്രികൾച്ചറൽ മാർക്കറ്റ്, ഹയർ സെക്കൻഡറി സ്കൂള്, ഹോസ്പിറ്റൽ, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ റൂറൽ റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുക. ഏകദേശം 1.25 ലക്ഷത്തോളം കിലോമീറ്റർ ആണ് ഈ ഒരു ഫേസിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിന് ഈ 2019 മുതൽ 2025 വരെയുള്ള ഒരു ഫണ്ടിങ് 80,250 കോടിയാണ്. ഫണ്ടിങ് വരുന്നത് സാധാരണ സംസ്ഥാനങ്ങളിൽ 60:40 എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യപ്പെടും. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണെങ്കിൽ 90:10 എന്നുള്ള പെർസെൻറ്റേജിൽ ഷെയർ ചെയ്യപ്പെടും. ഓക്കെ. The construction will adopt international benchmarks and best practices such as cold mix technology, waste plastic, full depth reclamation, and materials like fly ash and steel slag, contributing to eco-friendly construction. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷന്റെ അവര് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾഡ് മിക്സ് ടെക്നോളജി, പിന്നെ വേസ്റ്റ് പ്ലാസ്റ്റിക്, ഫുൾ ഡെപ്ത് റീക്ലമേഷൻ, അതുപോലെ സ്റ്റീൽ സ്ലാഗ്, ഫ്ലൈ ആഷ് പോലെയുള്ള മെറ്റീരിയൽ, ഇതൊക്കെ കൂടുതലും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ഫേസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. 2000-ലാണ് ഇത് ഏറ്റവും ആദ്യം ലോഞ്ച് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഇത് ഓർത്തു വെക്കുക. ഇപ്പോഴത്തെ ഈ ഒരു ഫേസ് 4ന്റെ ഇമ്പോർട്ടൻസ് നോക്കി വെക്കുക.
നെക്സ്റ്റ് പറയുന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയെ കുറിച്ചിട്ടാണ്. The Union Cabinet has approved health coverage of 5 lakh for all senior citizens aged 70 years and above, regardless of their income, under Ayushman Bharat Pradhan Mantri Jan Arogya Yojana. അതായത് ഇപ്പോൾ സെൻട്രൽ ക്യാബിനറ്റ്, നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് ഒരു പുതിയ അപ്രൂവൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 70 വയസ്സോ അതിന് മുകളിലുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനും അവരുടെ വരുമാനം ഒന്നും നോക്കാതെ തന്നെ 5 ലക്ഷത്തോളം കവറേജ് കൊടുക്കും എന്നുള്ള, ഹെൽത്ത് കവറേജ് കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യം. ഏത് മിഷന്റെ അണ്ടറിൽ? ഇപ്പൊ ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ. ABPMJ is the world's largest publicly funded health assurance scheme, offering 5 lakh coverage per family annually for secondary and tertiary care hospitalization. അപ്പോൾ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക്കലി ഫണ്ടഡ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ഏകദേശം 5 ലാഖോളാണ് ഒരു കുടുംബത്തിന് കിട്ടുന്ന കവറേജ് ഒരു വർഷം. ഇതിൽ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി കെയർ ഹോസ്പിറ്റലൈസേഷൻ ആണ് ഇതിൽ പ്രധാനമായിട്ട് ഈ ഒരു പദ്ധതി വഴി ലഭിക്കുക. ഇറ്റ് കവേഴ്സ് സർജറി, മെഡിക്കൽ ആൻഡ് ഡേ കെയർ ട്രീറ്റ്മെന്റ്, കോസ്റ്റ് ഓഫ് മെഡിസിൻസ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്. ഇതൊക്കെ ഇതിൽ കവറാവും. അതായത് ശസ്ത്രക്രിയകൾ അല്ലാതെ ബാക്കിയുള്ള മെഡിക്കൽ ആൻഡ് ഡേ കെയർ ട്രീറ്റ്മെന്റ്സ്, പിന്നെ മെഡിസിൻ, പിന്നെ രോഗനിർണയം, ഇതൊക്കെ ഈ ഒരു പദ്ധതി വഴി ചെയ്യാൻ പറ്റും. ഇറ്റ് കവേഴ്സ് അപ് ടു 3 days ഓഫ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് 15 days പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. അതായത് ഒരാള് അഡ്മിറ്റ് ആവുന്നതിന് 3 ദിവസം മുമ്പത്തെ, അഡ്മിറ്റ് ആയതിന് 15 ദിവസം ശേഷമുള്ള എക്സ്പെൻസുകൾ ഇതുവഴി കവർ ആവും. This centrally sponsored scheme was launched in February 2018. 2018 ഫെബ്രുവരിയിലാണ് ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിനിപ്പോ വന്ന ഒരു പുതിയ ക്യാബിനറ്റ് അപ്രൂവൽ എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ FVCI എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം, എന്നിട്ട് അതിന്റെ ന്യൂസ് പറയാം. FVCI is an investor incorporated and established outside India who invest primarily in unlisted securities of venture capital undertakings and venture capital funds in India. അതായത് ഇന്ത്യയുടെ പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററിനെയാണ് നമ്മൾ ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം. അവർ കൂടുതലായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സിലായിരിക്കും ഇത്തരം ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് എന്ന് പറയുന്നത്? വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ഇൻ ടേൺ ആർ പൂൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ seek private equity or unlisted in startups and small medium enterprises with a strong growth potential. അതായത് സമീപ ഭാവിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളരാൻ സാധ്യതയുള്ള ചെറുകിട അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന എന്റർപ്രൈസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മണി കളക്ട് ചെയ്യുന്ന ഫണ്ടുകളാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ജനറലി കൺസിഡേർഡ് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പൊ ഇതിൽ നല്ല റിസ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ നല്ല റിട്ടേണും പ്രതീക്ഷിക്കാവുന്ന ഇൻവെസ്റ്റ്മെന്റുകളാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്. SBI ഹാസ് അപ്ഡേറ്റഡ് ദ റൂൾ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് എലിജിബിലിറ്റി ഓഫ് ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ റീസെന്റ് ന്യൂസിൽ വന്ന കാര്യം ഇതാണ്. സെബി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഈ FVCIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷന്റെയും എലിജിബിലിറ്റിയുടെയും റൂൾസിൽ ഒന്ന് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് അപ്ഡേഷൻസ് വരുത്തിയിട്ടുള്ള റൂൾസ് എന്നുള്ളത് നോക്കാം. അണ്ടർ ദ ന്യൂ ഫ്രെയിംവർക്ക്, the process of registering FVCIs and managing post-registration activities will be handled by designated depository participants. അപ്പോൾ ഇനി മുതൽ ഈ FVCIsന്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ രജിസ്ട്രേഷന് ശേഷമുള്ള മാനേജ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് DDPs എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ വേണം. എന്താണത്? ഡെസിഗ്നേറ്റഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ത്രൂ മാത്രമാണ് ഇവരുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആപ്ലിക്കൻസ് മസ്റ്റ് എൻഗേജ് എ DDP വിച്ച് ഓൾസോ സർവ് ആസ് ദ കസ്റ്റോഡിയൻ ഓഫ് FVCIs. അപ്പൊ ഈ DDPs ആയിരിക്കും എന്ത്? ഇത്തരം FVCIsന്റെ കസ്റ്റോഡിയൻ ആയിട്ട് വരാം. FVCIs must hold their investment in DMAT form starting January 1, 2025. ഇനി ഇവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ ഇനി മുതൽ 2025 ജനുവരി 1 മുതൽ DMAT ഫോർമാറ്റിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുള്ളൂ. FVCIsന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്ന DMAT ഫോർമാറ്റിൽ മാത്രമായിരിക്കുള്ളൂ. റെസിഡന്റ് ഇന്ത്യൻസ്, നോൺ റെസിഡന്റ് ഇന്ത്യൻസ്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു FVCI ബട്ട് വിത്ത് ലിമിറ്റേഷൻസ്. അതായത്
ആർക്ക് വേണമെങ്കിലും FECA കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഇന്ത്യൻ റെസിഡൻസിനോ നോൺ റെസിഡന്റ് ഇന്ത്യൻസിനോ അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യക്കൊക്കെ FECA കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ്? നോ സിംഗിൾ ഇൻഡിവിജ്വൽ ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ ദാൻ 25% ആൻഡ് ദെയർ കമ്പൈൻഡ് കോൺട്രിബ്യൂഷൻ ഷുഡ് നോട്ട് എക്സീഡ് 50%. അതായത് ഒരാൾക്ക് അറ്റ് എ ടൈം 25% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൊത്തം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന 50%-ത്തിൽ എക്സീഡ് ചെയ്യാനും പാടില്ല. FECAs must appoint a domestic custodian for monitoring and reporting to SEBI. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ SEBI അല്ല, നമ്മുടെ FECA എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം സെബിക്ക് റിപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യാനും വേണ്ടിയിട്ട് അവർക്ക് ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റോഡിയനെയും കൂടി FECAs അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളതാണ് പുതിയ ഗൈഡ് ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് ഇത്രയും ബേസിക് ഡീറ്റെയിൽസ് ഇപ്പോൾ വന്ന അപ്ഡേഷൻസും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷനെ കുറിച്ചിട്ടാണ്. സിക്കിൾ സെൽ അനീമിയ ഈസ് എ ജനറ്റിക് ബ്ലഡ് ഡിസോർഡർ ദാറ്റ് ഓൾട്ടേഴ്സ് ദ ഷേപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അതായത് റെഡ് ബ്ലഡ് സെല്ലുകളുടെ ഷേപ്പ് മാറ്റം വരുത്തുന്ന ഒരു തരം ജനറ്റിക്കൽ ബ്ലഡ് ഡിസോർഡർ ആണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ദ യൂണിയൻ ബഡ്ജറ്റ് 2023-24 അനൗൺസ്ഡ് എ മിഷൻ ടു എലിമിനേറ്റ് സിക്കിൾ സെൽ അനീമിയ ബൈ 2047. The mission focuses on awareness and screening programs for people ages 0 to 40. അപ്പോൾ 2023-24 ബഡ്ജറ്റിൽ സിക്കിൾ സെൽ അനീമിയ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മിഷൻ 2047 ആകുമ്പോഴേക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മിഷൻ യൂണിയൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന നാഷണൽ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ. അപ്പോൾ ഈ ഒരു മിഷനിൽ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ആളുകളിലേക്ക് ഇതിനെപ്പറ്റിയുള്ള അവയറൻസും അതുപോലെ തന്നെ ഈ ഒരു ഡിസീസ് സ്ക്രീൻ ചെയ്യാൻ, അതായത് കണ്ടെത്താനായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ എല്ലാ ഒരു ചെറിയ കുട്ടികൾ മുതൽ 40 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വരെ നടത്തുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. The mission aims to reduce burden of sickle cell disease which primarily affects India's ട്രൈബൽ ബെൽറ്റ്, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിസീസ് കാണുന്നത് ട്രൈബൽ ബെൽറ്റിലാണ്. പ്രധാനമായിട്ട് ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിലാണ് കൂടുതലും കാണുന്നത്. ദീസ് ഇൻക്ലൂഡ് നാഷൻ വൈഡ് സ്ക്രീനിങ് പ്രോഗ്രാംസ് ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് വൈറ്റൽ മെഡിസിൻസ് ലൈക്ക് ഹൈഡ്രോക്സിയൂറിയ ഇൻ എസെൻഷ്യൽ മെഡിസിൻസ് ലിസ്റ്റ്, ഇംപ്രൂവിങ് ആക്സസ് ടു ട്രീറ്റ്മെന്റ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം വഴി ഈ പറഞ്ഞതുപോലെ രോഗം കണ്ടെത്താനുള്ള കാര്യങ്ങളും അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ് ഹൈഡ്രോക്സിയൂറിയ. അത് എല്ലായിടത്തും അവൈലബിൾ ആക്കി വെക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. India has the world's largest burden of sickle cell disease with over 1 million affected individuals, primarily in tribal areas. പ്രധാനമായിട്ട് ട്രൈബൽ ഏരിയയിലെ ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന ഏകദേശം 1 മില്യണോളം ആൾക്കാരെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിക്കിൾ സെൽ ഡിസീസ് ഉള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. Only 18% of those affected receive consistent treatment with significant drop-off in screening, diagnosis and treatment adherence. അപ്പോൾ അതിൽ ഡിറ്റക്ട് ചെയ്തതിൽ ആകെ 18% ആൾക്കാരാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. കാരണം ആരും അങ്ങോട്ട് ഫുള്ളായിട്ട് അത് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് വരുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഇഷ്യൂ. അതുകൊണ്ടാണ് നാഷണൽ സിക്കിൾ സെൽ അനീമിയ മിഷൻ ഇപ്പോൾ എലിമിനേഷൻ മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.